6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കാത്തിരുന്ന ആ നിമിഷമെത്തി. നാടിന് പ്രിയപ്പെട്ടവരുടെ ജീവനെടുത്ത അക്രമി സംഘത്തിന് ലഭിച്ചത് കടുത്ത ശിക്ഷ. കനത്ത പോലീസ് സുരക്ഷ നിലനിൽക്കുന്ന സമയത്തും കിച്ചുവിന്റെയും ജോഷിയുടെയും സ്മൃതി കുടീരങ്ങളിലേക്ക് ബന്ധുക്കളും നാട്ടുകാരും ഒഴുകിയെത്തി. ശിക്ഷ പ്രഖ്യാപിച്ചതോടെ അടക്കി നിർത്തിയ കണ്ണീർച്ചാലുകൾ പൊട്ടിക്കരച്ചിലുകൾക്ക് വഴിമാറി. കരച്ചിലിനിടയിലും മക്കൾക്ക് പൂർണ്ണമായും നീതി ലഭിച്ചില്ലെന്ന് കൃപേഷിന്റെ അമ്മയും സഹോദരിയും. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഒന്നും പറയാനും കഴിയുന്നില്ല. സന്തോഷവും സങ്കടവും 6 വർഷമായി കാത്തു വെക്കുന്നു. ഞങ്ങളെ മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട്. തൃപ്തരാണോ വെച്ചാല് അതെ. കുടീരത്തിലേക്ക് ഓടിയെത്തിയ ശരത്ലാലിന്റെ ചെറിയച്ഛനും ചെറിയമ്മയും എല്ലാവരുടെയും മനസ്സിനെ തളർത്തി. കണ്ടുനിന്ന ആരുടെയും കണ്ണ് നനയിക്കുന്ന കാഴ്ച. തൊട്ടുപിന്നാലെ മുദ്രാവാക്യവും പുഷ്പാർച്ചനയുമായി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും. ഈ അമ്മമാരുടെ കണ്ണീര് കണ്ടിട്ടും കണ്ണ് കലങ്ങാത്തവരോടാണ്. ഒരു വശത്ത് ധീരരക്തസാക്ഷികളെന്നും മറ്റൊരു വശത്ത് ജയിലറ പൂകിയ വിശ്വവിപ്ലവകാരികളെന്നും പറയുന്നവരോടാണ്. പണ്ടൊരു കാലത്ത് പയ്യന്നൂരിലും കയ്യൂരിലും ഒഴുകിയത് രാഷ്ട്രീയ കൊലപാതകത്തിന്റെ രക്തമല്ല. കല്യോട്ട് നിന്നും വിനോദ് മൊറാഴയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.